ARM നമ്മുടെ ടൊവിനോ തോമസ് നായകനാകുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയുടെ ഇപ്പോൾ ട്രെയിലർ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഇതൊരു ഫാൻറ്റസി ഫാൻറ്റസി സിനിമയാണ്. ജസ്റ്റിൻ സ്റ്റീഫൻ പ്രസൻറ്റ്. വിഷ്വല് ജോമോൻറ്റി ജോൺ ആണിത്. ടൊവിനോ അത് സീനായിരുന്നു. ബേസിൻ്റെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് സാധനമാണെന്ന് തോന്നുന്നു. ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. കൃതി ഷെട്ടി. ഇതെന്താ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാത്ത രീതിയിലുള്ളൊരു ട്രെയിലറാണ്. ആക്ച്വലി ഇതൊരു 3 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇതിന് 3 ക്യാരക്ടർ, ടോവിനോയുടെ തന്നെ 3 ക്യാരക്ടർ. എനിക്കൊന്നു അനേകൻ എന്നും പറഞ്ഞിട്ടൊരു തമിഴ് സിനിമയുണ്ട്, അതും അങ്ങനെ ഒരു 3 കാലത്തെ, പക്ഷേ അതിനൊരു കണക്ഷനുണ്ട്. അങ്ങനെ ആയിരുന്നു ആ ഒരു സിനിമ വന്ന്. എനിക്കൊന്ന് ആ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു ഈ ഒരു പടത്തിനും. ഇത് സ്പെഷ്യലി 3Dയിലാണ് ചെയ്തിരിക്കുന്നത്. 3D കാണാനുള്ള കുറച്ച് സാധനങ്ങൾ ഈ ട്രെയിലറിൽ തന്നെ ഉണ്ട്, 3D എഫക്റ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്തിരിക്കുന്ന പോലെ. പിന്നെ ടൊവിനോ തോമസ്, അദ്ദേഹം പിന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ ഒരുപാട് സിനിമകളിൽ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു വെച്ചാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനുള്ളൊരു വിജയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പലപ്പോഴും കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് മലയാളത്തിലെ ടൊവിനോ തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് വർക്ക് ആകട്ടെ ഇതെന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ എൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ, അതൊരു പുതിയ ഡയറക്ടറാണ്. പക്ഷേ നമ്മുടെ ബേസിലിൻ്റെ കുഞ്ഞിരാമായണം ഗോതയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഫസ്റ്റ് പടം ഇതെന്ന് പറയുമ്പോൾ വളരെ വലിയൊരു സ്കെയിൽ ചെയ്തിരിക്കുന്നൊരു പടമാണ്. അതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ജോമോൻറ്റി ജോണാണ്. അദ്ദേഹം കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു പടം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ധ്രുവനക്ഷത്രമാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു നോട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത്. റിലീസായിട്ടില്ല. പക്ഷേ വിഷ്വൽ സൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊള്ളാം. മ്യൂസിക് എടുത്തു പറയണം. പിന്നെ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന ട്രെയിലർ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവർ കോർത്തിണക്കിയിട്ടൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി കൊള്ളാം. അതിൻ്റെ കട്ട്സ് ആണെങ്കിലും നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മീൻസ് ഫാസ്റ്റ് കട്ട് വെച്ചിട്ട് കുറേ ഇൻസിഡൻസ് കാണിച്ചു പോകുന്നു. നമുക്ക് ആ ഓഡിയൻസിനെ അങ്ങോട്ട് മനസ്സിലാകാൻ പാടില്ല, അങ്ങനത്തെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കൊള്ളാം. നമുക്ക് എന്താ പറയുക, തിയേറ്ററിൽ അതിൻ്റെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ ഒന്നും മനസ്സിലാകാൻ പാടില്ല. അത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ മാത്രം മനസ്സിലാകണം. പക്ഷേ നമുക്ക് കാണിക്കാനുള്ളതൊക്കെ അവർ കാണിക്കണം. ആ ഒരു രീതിയിലാണിത് ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതും കൊള്ളാം. പിന്നെ മ്യൂസിക് ഇതിൻ്റെ പേര് മറന്നു. അദ്ദേഹം തമിഴിൽ ചിത്തയൊക്കെ അദ്ദേഹം ചെയ്തതാണെന്ന് തോന്നുന്നു. മ്യൂസിക് വൈസ് ഒരു പല കാലഘട്ടമുള്ളതുകൊണ്ട് ആ
3 ഡിഫറെൻറ്റ് ഷെയ്ഡും വരാൻ പാടില്ല, പക്ഷേ എന്നാലും ബ്ലെൻഡായി നിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പടം കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ അങ്ങനെ അധികം 3D പടങ്ങൾ വന്നിട്ടില്ല. ഇത് 3D തന്നെ ചെയ്തിരിക്കുന്നതാണ്. സോ ഇതൊരു എന്താ പറയുക, ഇതൊരു വലിയ സിനിമ മലയാളത്തിൻ്റെ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മലയാള സിനിമയ്ക്ക് അത്ര നല്ല പേരൊന്നും അല്ല വരുന്നത്. നല്ല നല്ല സിനിമകളെങ്കിലും വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എസ്പെഷ്യലി ടൊവിനോ തോമസ് ആൻഡ് ഹോൾ ടീം, ജിതിൻ ലാൽ, അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു വിജയമാകട്ടെ. അവർ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു എഫേർട്ടിനുള്ള സാധനം തിയേറ്ററിലും വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.